ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിഷാസ് ഫ്ലേവേഴ്സ്. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് പൊട്ടറ്റോ മസാലയാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 3 മീഡിയം സൈസ് പൊട്ടറ്റോ ആണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുക്കറിലാണ് ഞാൻ പൊട്ടറ്റോ വേവിക്കുന്നത്. കുക്കറിലേക്ക് പൊട്ടറ്റോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു വിസിൽ വന്നതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. പാനിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓയിലിന് പകരം വെളിച്ചെണ്ണയും ഉപയോഗിക്കാം. ഞാനിവിടെ നോർത്ത് ഇന്ത്യൻ ഫ്ലേവറിലാണ് ഉണ്ടാക്കുന്നത്. അതിനുശേഷം 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജീരകത്തിന് പകരം നിങ്ങൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കടുക് പൊട്ടിച്ചാൽ മതി. അതിനുശേഷം സ്പൈസസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ഏലക്ക, 3 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട. ഈ സമയത്ത് ഒരു 1/4 ടീസ്പൂൺ പെപ്പറും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാൻ മറന്നുപോയതാണ്, ഞാൻ പിന്നീടാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നമ്മൾ മിക്സിയിൽ അരച്ചിട്ടാണ് മസാല തയ്യാറാക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് കഴിഞ്ഞാൽ സവാള ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സവാള ഒന്ന് വാടി വരട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ ചേർത്ത് കൊടുക്കാൻ മറന്നുപോയതുകൊണ്ടാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി 2 തക്കാളിയാണ് മീഡിയം സൈസിലുള്ള ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വരണം. നമുക്ക് പാത്രം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടിയുടെ പച്ചച്ചവ മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇത് തണുത്ത് വരട്ടെ. തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. മസാല വഴറ്റി അതേ പാത്രത്തിലേക്ക് തന്നെ അരച്ചു വെച്ച മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് വേവിച്ച് വെച്ച പൊട്ടറ്റോ ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരം പാത്രം അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ പൊട്ടറ്റോ മസാല റെഡി ആയിട്ടുണ്ട്. അവസാനം കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു.